എനിക്ക് ഇത്രയും പ്രിയങ്കരനായ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുൻ ഫിനാൻസ് മിനിസ്റ്റർ ശ്രീ തോമസ് ഐസക് അവറുകൾ, ഈ കൊല്ലത്തിന് പ്രിയങ്കരനായ കൊല്ലത്തിൻ്റെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മേയർ ബഹുമാന്യനായ ശ്രീ ഹഫീസ് അവറുകൾ, വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന കൊല്ലം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ബൈജു ജൂലിയൻ, ഈ വേദിയിലും അതോടൊപ്പം തന്നെ ഈ സംഘാടനത്തിൽ വളരെ സജീവമായി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന എനിക്ക് എത്രയും പ്രിയങ്കരനായ പ്രിയപ്പെട്ട ഫാദർ സജി, പ്രിയ മിലിട്ടൻ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ സജീവമായ ഒരു സമ്മേളനമാണ്. അതോടൊപ്പം തന്നെ കാലത്തിൻ്റെ സൂചനകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നടത്തപ്പെടുന്ന ഒരു കോൺക്ലേവായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കടൽ കോൺക്ലേവ്. ഇന്നത്തെ ചർച്ചകളിൽ മുഴുവനും മുഴങ്ങിക്കേട്ടത് ഈ കടൽ എന്ന വാക്യമാണ്. കടൽ, സമുദ്രം യഥാർത്ഥത്തിൽ ഭൂമിയുടെ മുഴുവനും ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന കേന്ദ്രമാണ്. അതാണ് സമുദ്രം. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ ചർച്ച മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം അതാണ്. സമുദ്രത്തിന് പ്രപഞ്ചത്തിൻ്റെ തന്നെ നിലനിൽപ്പിന് സുപ്രധാനമായ സ്ഥാനമുണ്ട്. അതുകൊണ്ട് കടലിൽ കൈവയ്ക്കുന്നത്, കടൽ വ്യവസായത്തെക്കുറിച്ചൊക്കെയാണ് തോംസൺ സാറൊക്കെ പറഞ്ഞത്. തീർച്ചയായിട്ടും കടലിൽ അത്തരം ധാരാളം സാധ്യതകളുണ്ട്. പക്ഷേ ആ സാധ്യതകൾ മാത്രം കൊണ്ട് അതിനെ വ്യവസായവൽക്കരിക്കാൻ ശ്രമിച്ചാൽ, എനിക്ക് തോന്നുന്നു തോമസ് ഐസക് സാറിനൊക്കെ മനസ്സിലാകും, നമ്മുടെ ലോകം രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ അത് അവസാനിക്കുമ്പോൾ രൂപപ്പെട്ട ത്രിമൂർത്തികളാണ് ബ്രെട്ടൺ വുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലോകബാങ്ക്, WTO, IMF. ഇപ്പം ആ 3 നെടുംതൂണുകൾ ഞരങ്ങുകയാണ്. സാമ്പത്തിക രംഗത്തൊരു വലിയ അസ്വസ്ഥത സൃഷ്ടിച്ചിരിക്കുകയാണ്. അതുപോലെ ഈ കടലിൽ ശ്രദ്ധയില്ലാതെ ഇടപെടലുകൾ നടത്തിയാൽ ഇന്ന് ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പാരിസ്ഥിതിക നാശങ്ങൾ, അതിലേക്ക് നമ്മൾ വന്നു ചേരും. അതുകൊണ്ട് കടലിൽ ഇടപെടണമെന്നല്ല, പക്ഷേ കടലുമായി ബന്ധപ്പെട്ട മേഖലകളെ വ്യവസായവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥരായ ആളുകളുമായി സംഭാഷണം നടത്തണം. നേരത്തെ പറഞ്ഞ ഈ ബ്ലൂ എക്കോണമി, അതിൻ്റെ നയരേഖ പുറത്തു വന്നപ്പോൾ അതെങ്ങനെയാണ് വന്നതെന്നറിയാമോ? ഇത് ഫിഷറീസിൻ്റെ വെബ്സൈറ്റിലൊന്നുമല്ല, ഇത് വന്നത് ഭൗമ മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റിലാണ്. ഞാനിവിടെ ഞാൻ ഡൽഹിയിലായിരുന്നു, പല വിദഗ്ധരുമായിട്ട് സംസാരിച്ചിരുന്നു. എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ബഹുമാന്യയായ പേരോർക്കുന്നില്ല, പെട്ടെന്ന് ഈ ഫെബ്രുവരി മാസം 2021 ഫെബ്രുവരി മാസം 26-ാം തീയതി സന്ധ്യാസമയത്ത് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്, ആ ദുർഭൂതം പുറത്തു വന്നിരിക്കുകയാണ്. അത് വലിയ അപകടങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു ബ്ലൂ എക്കോണമി നയമാണ്. ഞാനതിൻ്റെ ബാക്കി വിശദാംശങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഈ നീലസമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കൈകടത്തലുകൾ, ഈ കൊല്ലത്ത് മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭാഗമാണ്. ചർച്ച എവിടെയാണ് നടന്നത്? കൊച്ചിയിൽ ഒരു ഹോട്ടലിലാണ് നടന്നത്. എന്താണ് ഈ സംസ്ഥാനത്തും രാജ്യത്തുമുള്ള മത്സ്യത്തൊഴിലാളി വിദഗ്ധരും പരിസ്ഥിതി വിദഗ്ധരുമായിട്ടൊക്കെ ചർച്ച ചെയ്യാതെ പോയതെന്ന് നമ്മൾ അറിയണം. ഇക്കാര്യത്തിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇക്കാര്യത്തിൽ ഈ അടുത്ത നാളുകളിലൊക്കെ ഇത്തരം നയങ്ങൾ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മുടെ സംസ്ഥാനം കേരള സ്റ്റേറ്റ് കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. തീരപ്രദേശത്തിൻ്റെ അവകാശങ്ങൾ സംബന്ധിച്ചുള്ള ഉത്തരവാണ്. ആ ഉത്തരവിൽ അവിടെ താമസിക്കുന്ന എല്ലാവർക്കും ഈ പറഞ്ഞിരിക്കുന്ന അവകാശം ലഭിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇതിനകത്ത് ഇത്തരം മത്സ്യത്തൊഴിലാളികൾക്ക് പോലും അറിയാൻ സാധിക്കാത്ത രീതിയിൽ നമ്മുടെ സംസ്ഥാനത്തുൾപ്പെടെ ഇത്തരം ഒളിയമ്പുകൾ നടക്കുന്നുണ്ട്. ഇനി CRZ
തീരദേശ പരിപാലന നിയമം 1991 പ്രസിദ്ധീകരിച്ചതാണ്. കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ചില നടപടികൾ നടക്കുകയാണ്. 500 മീറ്റർ എന്നുള്ളതിനെ 200 മീറ്ററായിട്ട് ചുരുക്കുവാനായിട്ട്. അങ്ങനെ 200 മീറ്ററാക്കി ചുരുക്കുന്നതിലൂടെ മത്സ്യത്തൊഴിലാളികളുടെ പാരിസ്ഥിതിക അവകാശങ്ങൾ സംരക്ഷിക്കുകയല്ല, മറ്റ് ചില ആളുകൾക്കൊക്കെ അവിടെ അവകാശം സ്ഥാപിക്കാനാണ്. ഇതുപോലെ ധാരാളം നടപടികളോട് ഒളിഞ്ഞും നമ്മളൊന്നും ശ്രദ്ധിക്കാതെയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നടക്കുന്ന ഈ കടൽ കോൺക്ലേവ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഉറപ്പുവരുത്തുന്ന ഒരു വലിയ അവകാശമാണ് അറിയാനുള്ള അവകാശം. ഇവിടെ ഇരിക്കും നമുക്കെല്ലാവർക്കും ഇത്തരം നയ തീരുമാനങ്ങൾ വയ്ക്കുമ്പോൾ അറിയാനുള്ള അവകാശമുണ്ട്, ഉണ്ടല്ലോ. അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവകാശമുണ്ട്. അത്തരം അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാതെ ഈ കടൽ ഖനനമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു തീർന്നാൽ അതിൻ്റെ പരിണിത ഫലം നമുക്കറിയാം. പക്ഷേ ഇത് ഒളിഞ്ഞും തെളിയും ഈ അടുത്ത ദിവസങ്ങളിൽ കേന്ദ്രമന്ത്രി, ഫിഷറീസ് മന്ത്രി പറഞ്ഞു, പാരിസ്ഥിതിക പഠനം നടത്തിയതിന് ശേഷം മാത്രമേ കടൽ ഖനനവുമായി മുന്നോട്ട് പോകും. അതൊക്കെ നമ്മളെ പറ്റിക്കാനായിരിക്കണം. പക്ഷേ എങ്കിലും ഇത്തരം നയനിലപാടുകളിലൊക്കെ കൃത്യമായ, വളരെ ട്രാൻസ്പെറൻ്റായ, നമ്മുടെ ഭരണഘടന ഉറപ്പുവരുത്തുന്ന അവകാശങ്ങൾ ഉറപ്പുവരുത്തണം. ഇത്തരം രംഗങ്ങളിലെ വികസന പന്ഥാവിലേക്ക് അതിൻ്റെ ഉടമസ്ഥരും പരമ്പരാഗത അവകാശികളുമായ ആളുകൾക്ക് എങ്ങനെ അതിൻ്റെ ഫലം ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്ന സമീപനങ്ങളുണ്ടാകണം. അപ്പോൾ അറിയാനുള്ള അവകാശം, പ്രവർത്തനങ്ങളിൽ ഇടപെടാനുള്ള അവകാശം, വികസന രംഗത്തേക്ക് വളരുവാനുള്ള അവകാശം, അതൊക്കെ മത്സ്യത്തൊഴിലാളികൾക്ക് ഉൾപ്പെടെ ലഭ്യമാകുന്നതിന് വേണ്ടിയാണ് വളരെ ബൃഹത്തായ, വളരെ മനോഹരമായ ഭരണഘടന സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. നമ്മൾ വിഭാവന ചെയ്യുന്ന രീതിയിൽ ഈ കോൺക്ലേവ് ഒരു കൂട്ടായ തുടർ പ്രവർത്തനത്തിൻ്റെ ഒരു ചുവടുവയ്പായി മാറട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഇത് സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന സജിയച്ചനും കൊല്ലം സോഷ്യൽ സർവീസ് സൊസൈറ്റിക്കും മറ്റ് മത്സ്യത്തൊഴിലാളി സംഘടനകൾക്കുമൊക്കെ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇതൊരു പ്രാരംഭം ആയിരിക്കണം. കാരണം നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും ലോകം മുഴുവനും വലിയൊരു മാറ്റത്തിൻ്റെ കുതിപ്പിലാണ്. ആ കുതിപ്പിൽ നിൽക്കുമ്പോൾ ഇനിയും നമ്മൾ പുറത്താക്കപ്പെടുന്ന ഒരവസരം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ സമ്മേളനത്തിൽ നിന്ന് അതിൻ്റെ ഉൾക്കാഴ്ചകൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തനക്ഷമമാകുവാനും വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും തൊഴിൽ വൈവിധ്യ രംഗത്തും മത്സ്യബന്ധന മേഖലയിലുമൊക്കെ നൂതനമായ നയങ്ങൾ സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കോൺക്ലേവ് സംഘടിപ്പിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.